നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ ഇന്നലെ പ്രഖ്യാപിച്ചപ്പോൾ ആരാധകർക്ക് ദഹിക്കാത്ത ചില തീരുമാനങ്ങൾ സെലക്ഷൻ കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഋതുരാജ് ഗെയ്ക്വാദിന് സ്കോഡിൽ ഇടുന്നില്ല എന്നുള്ളത്. അഭിഷേക് ശർമ്മയുടെ കാര്യവും ആരാധകരെടുത്ത് പറയുന്നുണ്ട്. ഇപ്പോ ഇന്നലെ ആ സ്കോഡ് പ്രഖ്യാപിച്ചത് മുതൽ നെക്സിൽ അതിശക്തമായ രൂപത്തില് പ്രതിഷേധമാണ്. ഋതുവിനെ എന്തിനു ഒഴിവാക്കി, പൊളിറ്റിക്സ് ആണ്, സിഖ് ഫേവറിറ്റിസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രൂപത്തിൽ കമന്റുകളും മറ്റും വരുന്നുണ്ട്. ഒരർത്ഥത്തില് ആ പ്രതിഷേധത്തിനൊക്കെ അടിസ്ഥാനമുണ്ട്. കാരണം സമീപകാലത്ത് ഏറ്റവും ഭംഗിയായ രൂപത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു കളിക്കാരനാണ് ഋതുരാജ് ഗെയ്ക്വാദ്. അദ്ദേഹത്തെ എന്തിന് തഴഞ്ഞു എന്നുള്ളത് ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാണ്. ഇപ്പൊ ഋതുരാജിന്റെ അവസാനത്തെ 7 T20 ഇന്നിങ്സുകൾ നോക്കുക. 71.2 അദ്ദേഹത്തിന്റെ ആവറേജ്, 158.7 സ്ട്രൈക്ക് റേറ്റ്. എന്നിട്ടും ശ്രീലങ്കൻ T20I സീരീസ് സ്കോഡിൽ നിന്ന് അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തു. സോ ഇത് വലിയ രൂപത്തില് എക്സിലും മറ്റുമൊക്കെ ആരാധക രോഷത്തിന് കാരണമായിട്ടുണ്ട്. അത് എടുത്തുകൊണ്ട് ഇപ്പം നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ വാർത്തയുമാക്കിയിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ കൊടുത്ത ടൈറ്റിൽ ഇങ്ങനെയാണ്: ഇന്റർനെറ്റ് ഗോസ് berserk after Rudraj Gaikwad dropped from India's T20I squad for Sri Lanka series എന്നാണ്. എന്നിട്ട് അവര് കുറെ ട്വീറ്റുകൾ, ആരാധകരുടെ പ്രതിഷേധത്തിന്റെ ട്വീറ്റുകൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ്. ഒരു ട്വീറ്റ് ഇങ്ങനെയാണ്: ഋതുരാജ് ഗെയ്ക്വാദ് പുറത്ത്. In the world of Gill and Jaiswal, I would still stand and support this underrated gem. Need justice for Rudraj Gaikwad എന്നാണ്. മറ്റൊരു പോസ്റ്റ് വരുന്നത് ഋതുരാജ് ഗെയ്ക്വാദ് ഡ്രോപ്ഡ് ഇൻ ബോത്ത് ODI ആൻഡ് T20 എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി ചിരിക്കുന്ന ഒരു വീഡിയോ വെച്ചിട്ടുണ്ട്. ദെൻ സോറി ഋതുരാജ് ഗെയ്ക്വാദ്, വി ഫെയിൽഡ് യു എന്നാണ് മറ്റൊരു പോസ്റ്റ്. ദെൻ നെവർ പുട്സ് എനി സ്റ്റോറി, നെവർ കംപ്ലൈൻസ് ഓഫ് എനിത്തിങ്, നോ PR, ജസ്റ്റ് പ്യുവർ ടാലന്റ്, സ്റ്റിൽ അൺലക്കി ആൻഡ് ഗെറ്റ്സ് റോബ്ഡ് ബൈ BCCI, ബീയിങ് ഋതുരാജ് ഗെയ്ക്വാദ് ഈസ് ടഫ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പോസ്റ്റ്. ഇങ്ങനെ നിരവധി പോസ്റ്റുകളാണ്. ഇപ്പം CSK ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് ഡ്രോപ്ഡ്, IPL നിറം കൂടി കൊടുക്കുന്നു. MI ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ റിമൂവ്ഡ്, KKR ബ്ലഡ് ഗൗതം ഗംഭീർ ഓൺ എ മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലെ കാര്യത്തെ ടെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റ്. പിന്നെ വീണ്ടും ബീയിങ് ഋതുരാജ് ഗെയ്ക്വാദ് ഈസ് നോട്ട് ഈസി. പിന്നെ അടുത്തത് BCCI പൊളിറ്റിക്സ് റൂയിൻഡ് ഋതുസ് കരിയർ. BCCIയുടെ പൊളിറ്റിക്സ് ഋതുരാജിന്റെ കരിയർ ഇല്ലാതെയാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് T20I റാങ്കിങ്ങിൽ 8ാം സ്ഥാനത്ത്, പക്ഷേ T20 ടീമിലേക്ക് സെലക്ഷൻ ഇല്ല. ആവറേജ് 60 ആണ് ലിസ്റ്റ് എ കരിയറിൽ, പക്ഷേ ODI ടീമിലേക്ക് ഇടമില്ല. വാട്ട് എൽസ് ഹി നീഡ്സ് ടു ഡു പ്ലേ ഫോർ ദി കൺട്രി, ഋതുരാജ് ഗെയ്ക്വാദ് ഡിസേർവ്സ് ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പോസ്റ്റ്. അപ്പൊ ഇങ്ങനെ വ്യാപകമായിട്ട് ഋതുരാജ് ഗെയ്ക്വാദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകൾ വരുന്നത്. അതോടൊപ്പം അഭിഷേക് ശർമ്മ, നമുക്കറിയാം അഭിഷേക് സിംബാബ്വേയിൽ ഒരു കളി കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കി ഒരു കളിയിൽ അദ്ദേഹം സെഞ്ചുറി കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കളിയിൽ അദ്ദേഹം സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഓപ്പണിംഗ് പൊസിഷനിൽ അദ്ദേഹത്തിന് ഇറങ്ങാനുള്ള ഒരവസരം ഉണ്ടായിരുന്നുമില്ല. ഇന്ത്യയുടെ ടീം കോമ്പിനേഷൻ അത്തരത്തിലാണ്. അപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദിനെ പോലെ തന്നെ അഭിഷേക് ശർമ്മയെ ഒഴിവാക്കിയതിലും ആരാധകർക്ക് വലിയ രൂപത്തിലുള്ള പ്രതിഷേധമുണ്ട്. അത്തരത്തിലുള്ള പോസ്റ്റുകളും കമന്റുകളും ഒക്കെ ഇന്നലെ എക്സിൽ വരികയും ചെയ്തു. ആ ഒരു കുറച്ച് പോസ്റ്റുകൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്: റിയാൻ പരാഗ് മസ്റ്റ് ഹാവ് ഡൺ സംതിങ് റൈറ്റ്, ഓർ പെർഹാപ്സ് ഈസ് someone's favorite to be picked ahead of അഭിഷേക് ശർമ്മ ആൻഡ് ഋതുരാജ് ഗെയ്ക്വാദ്. അപ്പം റിയാൻ പരാഗിനെ ഇപ്പം ODIയിലും അതുപോലെ തന്നെ T20Iലും ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതാണ് സൂചിപ്പിക്കുന്നത്. സോ അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരുടെയൊക്കെ ഫേവറേറ്റ്സ് ആണ്. അതുകൊണ്ടാണ് അഭിഷേക് ശർമ്മക്കും ഋതുരാജ് ഗെയ്ക്വാദിനും മുമ്പ് അദ്ദേഹത്തെ സ്കോഡിലേക്ക് എടുത്തിരിക്കുന്നത് എന്നുള്ള ട്വീറ്റ് വരുന്നു. പിന്നെ അഭിഷേക് ശർമ്മ ആൻഡ് ഋതുരാജ് ഗെയ്ക്വാദ് എന്ന് പറഞ്ഞുകൊണ്ട് സെലക്ഷൻ കമ്മിറ്റി ഗില്ലിനെ എടുത്തുയർത്തുന്നതും അഭിഷേക് ശർമ്മയും ഋതുരാജ് ഗെയ്ക്വാദിനെയും ഒക്കെ എടുത്ത് താഴേക്കിടുന്നതുമായിട്ടുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുന്നു. പിന്നെ വീണ്ടും what a joke, Rudu out of T20 and ODI teams while Shubman Gill is vice captain. ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കുന്നു, ഋതുവിനെ ഒഴിവാക്കുന്നു. Gill can't even make T20 11 without this role, politics ruining India squad.
Thought Gambhir would fix this, but same old story. Riyan Parag over Rudu and no Abhishek Sharma. Ridiculous എന്നാണ്. സോ കുറച്ചുകൂടി ഗംഭീരമായിട്ടുള്ള ഒരു ആക്ഷേപമാണ്. അതായത് ഈ ഒരു പൊളിറ്റിക്സ് ഇന്ത്യൻ സ്ക്വാഡിനെ റൂയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗംഭീർ ഇതൊക്കെ ഫിക്സ് ചെയ്യുമെന്നാണ് കരുതിയത്, പക്ഷെ സെയിം ഓൾഡ് സ്റ്റോറി തന്നെയാണ് ആവർത്തിക്കുന്നത്. ഋതുവിനേക്കാൾ മുകളിൽ റിയാൻ പരാഗിന് പരിഗണന ലഭിക്കുന്നു. അഭിഷേക് ശർമ്മ ടീമിന് പുറത്താകുന്നു. റിഡിക്കുലസ് എന്ന് പറയുന്നു. വീണ്ടും മറ്റൊരു പോസ്റ്റ് എങ്ങനെയാണ്? ഡു വണ്ടർ വാട്ട് ഹാസ് ശുഭ്മൻ ഗിൽ ഡൺ ടു ബി ഇൻ ദി സ്ക്വാഡ് അഹെഡ് ഓഫ് അഭിഷേക് ശർമ്മ ആൻഡ് രുദ്രാജ് ഗെയ്ക്വാദ്, ലെറ്റ് അലോൺ ബി ദി വൈസ് ക്യാപ്റ്റൻ ഓഫ് ഇറ്റ് അഹെഡ് ഓഫ് പന്ത് ആൻഡ് സഞ്ജു. സിക്കനിങ് ഫേവറിറ്റിസം ബട്ട് ഓൺ എക്സ്പെക്റ്റഡ് ലൈൻസ് എന്നാണ്. സോ അവിടെ വീണ്ടും ആ ഒരു ശുഭ്മൻ ഗില്ലിനെ തെരഞ്ഞെടുത്തതും വൈസ് ക്യാപ്റ്റൻ ആക്കിയതും ഒക്കെയാണ് എതിർപ്പിന് കാരണമായി വരുന്നത്. No place for Rudraj Gaikwad and Abhishek in T20 eyes, but Riyan Parag got second chance after horrendous display of cricket in Zimbabwe. അപ്പം ആരാധകർക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. റിയാൻ പരാഗ് സിംബാബ്വേയിൽ മികച്ച പ്രകടനം നടത്തിയിട്ടില്ല, എന്നിട്ടും വീണ്ടും അദ്ദേഹത്തെ T20 ആയിലും അതുപോലെ ഏതിനത്തിലും ഉൾപ്പെടുത്തുന്നു. ഗില്ലിന്റെ പെർഫോമൻസിൽ ആരാധകർക്ക് എതിർപ്പുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും സ്ക്വാഡ് ഇപ്പോൾ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. നമുക്ക് ആ ടീമിനെ സപ്പോർട്ട് ചെയ്യാം. അതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ക്രിക്കറ്റിന് വലിയ വേരോട്ടമുണ്ട്, ഒരുപാട് പ്രതിഭകളുണ്ട്. അപ്പം ടീം സെലക്ഷൻ വരുമ്പോൾ മിക്കവാറും കുറച്ച് താരങ്ങളുടെ ആരാധകർക്ക് നിരാശ വരും. അത് സ്വാഭാവികമാണ്. എല്ലാവരെയും കൂടി സ്ക്വാഡിലേക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.